ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ടെക്കി ബ്രോ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പേഴ്സണൽ ഫൈനാൻസിങ്ങിൽ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ഇൻവെസ്റ്റിംഗ്, എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിൽ ഓർണമെൻറ്റ്സ് മേടിച്ചിട്ടാണ്. അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ അല്ല. നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ അതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള വേസ് വേറെ ഉണ്ട്. കാരണം ഇപ്പോൾ ഓർണമെൻറ്റ്സ് ആയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പണിക്കൂലി കൊടുക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ GSTയും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് അത്ര ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ല. ഗോൾഡിൻ്റെ ഒരു റേറ്റ് ഓഫ് റിട്ടേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10% അടുത്തൊക്കെ ഓവർ ദി ഇയേഴ്സ് ഗോൾഡ് റിട്ടേൺ തന്നിട്ടുണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എല്ലാ മെത്തേഡ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വളരെ കുറവാണ് ആക്ച്വലി. ഇപ്പോൾ എൻ്റെ ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എൻ്റെ കസിൻസും ഞാനും അല്ലാതെ ഞങ്ങളുടെ പാരൻസോ ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസോ ആരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും എന്നോട് ആരെങ്കിലും ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും മ്യൂച്വൽ ഫണ്ട്സാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 മുതൽ 15% വരെ മിനിമം ആനുവൽ റിട്ടേൺസ് ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഒരു 5% ഓർ പ്ലസ് റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മ്യൂച്വൽ ഫണ്ട്സിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട്. മ്യൂച്വൽ ഫണ്ട്സിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ അധികം ആരും പറയാത്തൊരു കാര്യമുണ്ട്, എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഈ മ്യൂച്വൽ ഫണ്ട് ഓണേഴ്സ് എടുക്കുന്നുണ്ട്. അതിനാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ഒരു 1%-നും 3% ഇടയിലാണ് വരാറുള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തിൽ അവെയർ അല്ല. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അടുത്ത ഞങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് സ്കീമുകളാണ്. ഉലിപ്പ് അല്ലെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് എന്നാണ് ഇതിനെ പൊതുവെ പറയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസും ഉണ്ട്, ഓവർ ദ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് ഒരു റിട്ടേൺ കൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും നിങ്ങൾക്ക് മന്ത്ലി റിട്ടേൺസ് ആയിട്ടൊന്നും കിട്ടില്ല. കാരണം ഇതിൻ്റെ പ്ലാനുകൾ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊരു 10-15 കൊല്ലത്തേക്ക് മന്ത്ലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു 5 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാവില്ല. അതിനുശേഷം നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ 15 ഇയേഴ്സിലേക്ക് മന്ത്ലി റിട്ടേൺസ് കിട്ടും. അതിനുശേഷം ഒരു ലംസം എമൗണ്ട് കിട്ടും. ഈ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ LICയുടെ ഒക്കെ ഒരുപാട് പ്ലാനുകളുണ്ട് ഇത്തരത്തിലുള്ള. ഈ മ്യൂച്വൽ ഫണ്ട് SIP അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് ഉലിപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും CAGR നോക്കാൻ പാടില്ല. CAGR എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് ആനുവലൈസ്ഡ് ഗ്രോത്ത് റേറ്റ്. ഇത് നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര റിട്ടേൺ കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ്. ഈ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും XIRR കാൽക്കുലേറ്റ് ചെയ്യുക. XIRRൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്തിനും കൂടെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമും ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും ഡ്യൂറേഷനും എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 7-8% ഒക്കെ ആയിരിക്കും. അതേസമയം നിങ്ങൾ CAGR ആയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ CAGR ആയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ റിട്ടേൺസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ കുറേ കാലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ കാലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പിന്നെ കുറച്ച് കാലം നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നു. ആ രീതിയിലേക്കൊക്കെ വരുമ്പോൾ XIRR കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. അടുത്ത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ഇപ്പോൾ ഒരുപാട് പേര് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നോക്കിയും റിസർച്ച് ചെയ്തും സ്റ്റഡി ചെയ്തും വീഡിയോസ് കണ്ട് സ്റ്റോക്ക് മേടിക്കുന്നവരൊക്കെ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഡയറക്റ്റ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ഹൈ റിസ്ക് മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ്. സ്റ്റഡി ചെയ്തും മനസ്സിലാക്കിയിട്ടും മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.
കാരണം സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിൻ്റെ കഥകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് വരാറുണ്ട്. സ്റ്റോക്കുകളൊക്കെ 1000-ൽ നിന്ന് 20-ലേക്ക് പോകുന്ന സ്ഥിതിയുമുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ റിസ്ക് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനീ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ടുള്ളൊരു മെത്തേഡാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോയിൽ നോക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പലരും നോക്കാറില്ല. അതിന് കാരണം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മറ്റു പല മാർഗ്ഗങ്ങളും ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് REITs എന്ന് പറയുന്ന സ്റ്റോക്ക് പോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ഓണർഷിപ്പിൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ദുബായ് റിയൽ എസ്റ്റേറ്റിലും ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം.